സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എത്രയോ തവണ ഞാൻ ധ്യാനിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പറയും. നിനക്ക് വേണ്ടി, അതായത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ബോധ്യമായും ജ്ഞാനമായും നമുക്ക് പകർന്നു തരും. അപ്പം ഞാൻ ഇത് വായിക്കാം. നിങ്ങളിത് വായിക്കുമ്പോൾ ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ വായിക്കുക, ബൈബിൾ ഇല്ലാത്തവർ ശ്രദ്ധിച്ച് കേൾക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, കാനായിലെ വിവാഹ വിരുന്ന്. ഈ വചനഭാഗം ആദ്യമായിട്ട് കേൾക്കുന്നവരാണോ? അല്ലല്ല. ചെറുപ്പകാലം മുതൽ കേട്ട് നല്ല പരിചയമുള്ള വചനഭാഗമാണ്. ഏത്? കാനായിലെ വിവാഹ വിരുന്ന്. അപ്പം ഈ കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ച് അവസാനം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാവോ? 11-ാം വചനം. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ശ്രദ്ധിച്ച് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വീടാണ് കാനായിലെ വീട് എന്ന് ചിന്തിക്കുക. എൻ്റെ വീടാണ് കാനായിലെ വീട്. പറഞ്ഞേ, വാ തുറന്ന് പറ. എൻ്റെ വീടാണ് കാനായിലെ വീട്. ഓക്കെ, അപ്പോൾ ഓർത്തോണം, ഇത് നമ്മുടെ വീട്ടിലാണ്. ഈ സംഭവം നടക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. അല്ലാതെ ഇത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പണ്ടെങ്ങാണ്ട് നടന്നൊരു കാര്യം, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം, അതല്ല. മറിച്ച് ഈ വചനം വായിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ വീട്ടിലാണ്. ഈ കാനായിലെ വീടെന്ന് പറയണ എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലെ അവസ്ഥയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? ഈ വീട്ടിൽ ഒരു അസ്വസ്ഥതയുണ്ടായി. എന്താണ് അസ്വസ്ഥത? ആ വീട്ടില്, കല്യാണ വീട്ടിൽ എന്ത് സംഭവിച്ചു? വീഞ്ഞ് തീർന്നുപോയി. അതിൻ്റെയൊക്കെ പശ്ചാത്തലമൊക്കെ നിങ്ങളെ അറിയാം, നമ്മൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. യഹൂദർക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് വീഞ്ഞ് എന്നുള്ളത്. അപ്പോൾ ആ കുടുംബത്തിൽ ഒരു നാണക്കേടാണ്, ആ കുടുംബത്തിൽ ഒരു അസ്വസ്ഥതയാണ്. നമ്മുടെ വീട്ടിൽ, കാനായിലെ നമ്മുടെ വീട്ടിലും ഇതുപോലെ എന്തുണ്ട്? ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. സത്യമല്ലേ? പറ. അതേന്ന് നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. പല തരത്തിലാണെന്നേ ഉള്ളൂ. പല രൂപത്തിലും ഭാവത്തിലും പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ വീട്ടിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ ശ്ലീഹ പറയുവാണ്,
ഈ വീട്ടിൽ നടന്ന ഈ അത്ഭുത പ്രവൃത്തി, ആ കുറവിനെ ഒരു അത്ഭുത പ്രവൃത്തിയാക്കി ഈശോ മാറ്റി. എന്നിട്ട് പറയുവാണ് ഇത് ഒരു അടയാളമാണ്. ഇതൊരു അടയാളമാണ്. ഈ അടയാളം എന്ത് എന്നുള്ളത് അപ്പസ്തോല പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പണ്ട് പഠിച്ചതാണ്, എങ്കിലും ഇത് ഓർമ്മയിലോട്ട് കൊണ്ടുവരിക. നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ്. പത്രോസ്ലീഹ അവിടെ വെച്ച് യഹൂദ ജനങ്ങളെ, ജെറൂസലേം നിവാസികളെ എന്ന് പറഞ്ഞ് ഒരു ഗംഭീര പ്രസംഗം നടത്തി. പന്തക്കുസ്ത ദിനത്തിൽ അന്ന് പത്രോസ്ലീഹ ജനത്തെ പഠിപ്പിച്ചു കൊടുത്തു, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ലഹരിയുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. വീഞ്ഞ് എന്താണ്? സ്പിരിറ്റാണ്. അപ്പോൾ പത്രോസ്ലീഹ സ്പിരിറ്റ്, ലഹരി എന്ന വാക്കിന് പുതിയ നിയമത്തിലൊരു വ്യാഖ്യാനം കൊടുത്തു. ഞങ്ങളുടെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ലഹരിയുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു സ്പിരിറ്റ് അല്ല, മറിച്ച് ഇതേതാണ്? ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട സ്പിരിറ്റ്. ഏത് സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ആ വാക്ക് പറഞ്ഞേ, ഇച്ചിരി ഒച്ചത്തിൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇതാണ് കാനായിലെ വിവാഹ വിരുന്നിൽ നടന്ന കാര്യം. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലും കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? കുടുംബത്തിലാണ് നമ്മൾ പിറന്നതൊരു വീട്ടിലാണ്. ഭാര്യ ഭർത്ത ബന്ധം, മക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെ വലിയ ഒരു ബന്ധത്തിൻ്റെ ഒരു കെട്ടിലാണ്, ആ ബന്ധത്തിനുള്ളിലാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാനായിലെ വിവാഹ വിരുന്ന് നടന്ന വീട് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതുപോലെ ഈ അത്ഭുത പ്രവൃത്തി ചെയ്ത ഈശോ ഇന്ന് നിന്റെ വീട്ടിലും ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ, ഈശോ നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം ഇന്ന് ചെയ്യും. പറഞ്ഞു കൊടുത്തേ, ഈശോ നിന്റെ വീട്ടിൽ ഇന്ന്. അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഈശോ ഇന്ന് നിന്റെ വീട്ടിൽ, അതായത് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി, ഇവിടെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നിന്റെ വീട്ടിൽ കർത്താവ് ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യും. ഒച്ചത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ വീട്ടില് വീഞ്ഞ് തീർന്നുപോയി. ആ വീഞ്ഞ് തീർന്നുപോയ ഒരവസ്ഥ ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ്. ഏത്? വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥ. വീഞ്ഞ് എന്ന് പറയുന്നത് സ്പിരിറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഒരു വിവാഹ ബന്ധത്തിൽ പരിശുദ്ധ അൾത്താരുടെ മുമ്പിൽ വെച്ച് ഈശോ നൽകുന്ന സ്നേഹം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരു ഭാര്യയും ഭർത്താവും കുടുംബ ജീവിതം ആരംഭിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റ് ആണ്. ഏതൊരു ഭാര്യ ഭർത്താവിനെയും ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ വീഞ്ഞായി മാറിയ പച്ചവെള്ളം, വീഞ്ഞായിരുന്നു, വീണ്ടും ഇടയ്ക്കുണ്ടല്ലോ, വീണ്ടും ഈ വീഞ്ഞ് പച്ചവെള്ളമായിട്ട് പോകുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥ അതിടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നു. അപ്പൊ എന്ത് തീർന്നു പോകുന്ന അവസ്ഥയാണ്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തീർന്നു പോകുന്ന ഒരവസ്ഥ. ഞാൻ 1-2 ഉദാഹരണം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളോട് ബന്ധപ്പെട്ടതാവണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുവാണ്, ദൈവമേ ഇത് എൻ്റെ വീട്ടിലെ കാര്യമാണോ എന്ന് ചിന്തിച്ചാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ ഇത് വെറുതെ കേൾക്കുക. 3-4 ഉദാഹരണം. ഒന്നാമത്തെ ഉദാഹരണം, ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. പെണ്ണെന്നോട് പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്കിപ്പോൾ 2 കുട്ടികളൊക്കെ ആയി, എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഞാൻ സംസാരിച്ചു വന്ന വിഷയത്തിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും 2 മുറിയിലാണ് ഇപ്പൊ കിടപ്പ്. മക്കൾ ഇപ്പൊ ചെറുതാണെങ്കിൽ ഇതുങ്ങൾക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കാണുന്നില്ലേ? ഇല്ല ച, അവരൊന്നും കാണാതെയാണ് ഞങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് ഞങ്ങൾ അകന്നുപോയി.
ഭാര്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. അച്ഛാ, അതെന്നാന്ന് അറിഞ്ഞുകൂടാ അച്ഛാ? എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന കുടുംബജീവിത വഴികളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഒരിക്കൽ സ്നേഹിച്ചുകൊണ്ടിരുന്നവരാണ്, ഒരിക്കൽ സ്നേഹിച്ചുകൊണ്ടിരുന്നു, ഇന്നപ്പോൾ സ്നേഹിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ഇവരോട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ ഭാര്യയും ഭർത്താവും കൂടെ അവർ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. അവർ പറഞ്ഞൊരു കാര്യം: അച്ഛാ, എന്താണെന്നറിഞ്ഞുകൂടാ, കുറച്ച് നാളായിട്ടൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. വല്ലാത്ത അവസ്ഥയിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത്തതിന് അടിപിടി വഴക്ക്. ഞങ്ങൾ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു അച്ഛാ. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്താണെന്നറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്വസ്ഥതയില്ല. ഇതിപ്പം വീട്ടുകാർ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതായിരുന്നെങ്കിൽ വീട്ടുകാരോട് ചോദിക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഇപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പം വീട്ടുകാരുടെ പുറകെ ഒന്നും പോകാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ആകെപ്പാടൊരു പ്രതിസന്ധിയിലാച്ചാ. ഇതെല്ലാ ദിവസവും അടിപിടി ബഹളം. ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങനെയാണ് രണ്ട് മുറിയിലൊന്ന് മാറിക്കടന്ന് നോക്കാം, സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചത്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. എന്ന് മാത്രമല്ല, ഈ ഭർത്താവ് പറയുവാണ്: അച്ഛാ, ഇവളുടെ സാന്നിധ്യം, എനിക്ക് ഇവളുടെ സംസാരവും എനിക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി വൈകിയാണ് ഓഫീസിൽ നിന്ന് വരുന്നത്. എനിക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ എത്താം. ഞാൻ പിന്നെ ഓഫീസ് കഴിഞ്ഞ് പിന്നെ ഞാൻ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവിടെ ഒരു ക്ലബ്ബിൽ പോയിരുന്ന് കുറേ നേരം ക്യാരംസ് കളിച്ച്, കുറച്ച് നേരം ചെസ്സ് കളിച്ച്, ഏതാണ്ടൊക്കെ കളിച്ച്, ഞാൻ ഇവരുടെ മുഖം കാണാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു 11 മണിക്കാണ് കയറി വരുന്നത്. 11 മണിക്ക് വീട്ടിൽ കയറുക, 5 മണിക്ക് വരാം, 5-6 മണിക്ക് വരാം. ഈ ഭാര്യയോട് വർത്തമാനം പറഞ്ഞ് വഴക്കിൽ അവസാനിക്കുകയുള്ളൂ. ആ കുഞ്ഞുങ്ങൾ ഇത് വഴക്ക് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മൊത്തത്തിലൊരു താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഒരിക്കൽ ഇവരുടെ കുടുംബത്തിൽ വീഞ്ഞുണ്ടായിരുന്നു, സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വീഞ്ഞ് തീർന്നു പോയി, സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഞാനിത് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ നാളിൽ ഒരു സഹോദരി, പ്രായമുള്ള ഒരു ചേച്ചിയാണ്, എനിക്കൊരു എഴുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു: അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതെൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ളതാണ്, അച്ഛന് സമയം കിട്ടുമ്പോൾ ശാന്തമായിട്ടിരുന്ന് അച്ഛൻ ഇത് വായിക്കണം. ഈ സ്ത്രീ ഈ കുടുംബത്തെക്കുറിച്ച് എഴുതിയിട്ട് ഭർത്താവിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്ന വാക്ക്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. ആ വാക്ക് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് തന്നെ അച്ഛാ, ഞങ്ങളുടെ കുടുംബജീവിതം താളം തെറ്റിയ അവസ്ഥയിലാണ്, താളം തെറ്റിയ അവസ്ഥയിൽ. അപ്പം ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ എന്താണ് അവസ്ഥ? വീഞ്ഞ് തീർന്നു പോയോ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ എന്ന് തിരിച്ചറിയാനുള്ളൊരവസ്ഥയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്. തിങ്ക് അബൌട്ട് യുവർ ഫാമിലി. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം. കഴിഞ്ഞ നാളിൽ കണ്ടുമുട്ടിയ വേറൊരു ഭർത്താവ്, അദ്ദേഹം വെറൈറ്റിയാണ്. ഭർത്താവ് പറഞ്ഞു: എനിക്ക് എൻ്റെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ തോന്നുന്നില്ല, പക്ഷേ അപ്പുറത്തെ വീട്ടിലെ അയാളുടെ ഭാര്യയോട് എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നു. അച്ഛാ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ തോന്നുന്നില്ല, അപ്പുറത്തെ വീട്ടിലെ അയാളുടെ ഭാര്യയെ സ്നേഹിക്കാൻ തോന്നുന്നു. അതിന് പറ്റിയ സാഹചര്യമൊക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഓഫീസിൽ ജോലി ചെയ്യുന്നത്. വീട്ടിലുള്ള ആളോട് എനിക്ക് താല്പര്യമില്ല. അത് തല്ല് കിട്ടാഞ്ഞിട്ടാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പുറമേ നോക്കുമ്പോൾ ടിപ്പ് ടോപ്പ്, എല്ലാം റെഡി റെഡി റെഡി, കൊള്ളാം, ചിരിച്ചുകൊണ്ട് നടക്കുന്നു, ഒരേ വണ്ടിയിൽ വരുന്നു, ബൈക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇതൊന്നും അല്ല സത്യം. പല പല കുടുംബങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഭാരപ്പെട്ടൊരവസ്ഥയുണ്ടെന്ന്. ആ അവസ്ഥയെ ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഇതെന്ത് ചെയ്യും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചേ, ചരിത്രത്തിൽ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് പിശാച് ഇടപെട്ടത് എവിടെയാ? ഒരു കുടുംബത്തിലാണ്. ഒരു കുടുംബത്തിലാണ്. കുടുംബത്തെ താളം തെറ്റിച്ചാൽ പിശാചിന് നന്നായിട്ടറിയാം. ഭാര്യ ഭർത്താക്കന്മാരെ താളം തെറ്റിച്ചാൽ,
കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ താളം തെറ്റിച്ചാൽ അവന് നേടാവുന്ന നേട്ടം ചെറുതൊന്നുമല്ലെന്ന് വിവരമുള്ളത് കൊണ്ട് പിശാച് ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിൽ കടന്നു വന്ന് എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയാൻ ശ്രമിക്കും. അത് നിങ്ങൾ എന്നും ഓർത്തിരിക്കണം. സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ പിശാച് നോട്ടമിട്ടിട്ടുണ്ട്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നിന്റെ കുടുംബത്തെ പിശാച് നോട്ടമിട്ടിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തേ. നിന്റെ കുടുംബത്തെ പിശാച് നോട്ടമിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതേന്ന്. അതുകൊണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. നമ്മുടെ ശ്രദ്ധ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിലെ ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഈ പിശാചിന്റെ ആദ്യത്തെ പണി. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് ബന്ധങ്ങളെ കേട്ടോ, വളരെ സ്നേഹത്തോടുകൂടെ ജീവിച്ചിരിക്കുന്നവർക്ക് ചില പെട്ടെന്നൊരു ചില സാഹചര്യങ്ങളിലാണ് അരിശവും ദേഷ്യവും വെറുപ്പും വന്നിട്ട് പിന്നീട് പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കാൻ തുടങ്ങും. സംശയപ്രകൃതി തുടങ്ങും. സംശയപ്രകൃതി നിങ്ങൾ ചിന്തിച്ചോളൂ. സംശയപ്രകൃതി. സ്നേഹത്തോടെ ജീവിച്ചിരുന്നതാ. ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്തൊരു വീട്ടിലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ പുറത്തുനിന്ന് പൂട്ടിയിട്ടിട്ടാ പോണത്. വൈകുന്നേരം വരുമ്പോൾ ഇത് തുറന്നു വിടുകയുള്ളൂ. സംശയം. സംശയം. നീ വീടിൻ്റെ അകത്തിരുന്നാൽ മതി, പൂട്ടിയിട്ടാ കൊണ്ടുപോകണം. താക്കോലും കൊണ്ടാ പോണത്. വീടിൻ്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയോ? ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇത് കേട്ടപ്പോഴാണ് ചില ഭർത്താക്കന്മാർക്ക് അത് ശരി, ഞാൻ ഇനി അതും ചെയ്യേണ്ടിയിരിക്കുന്നു, എൻ്റെ വീട്ടിൽ പൂട്ടിയിട്ട് വരണം. അതിനല്ല, ഇത് കേൾക്കണം. ഇതൊരു കാര്യം മനസ്സിലാക്കാനാണ്. അതായത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തോബിത്തിന്റെ പുസ്തകം എടുത്താൽ മതി. അതിൻ്റെ അകത്ത് ഈ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു ദുഷ്ടാരൂപിയെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. ആ പിശാചിന്റെ പേരാണ് അസ്മോദേവൂസ്. ആരാണ് അസ്മോദേവൂസ്? പറഞ്ഞേ. അതൊരു പിശാചാണ്. ആ പിശാചിന്റെ പേരാ പറഞ്ഞത്. ഈ പിശാചിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാവോ? ഈ സ്പെഷ്യാലിറ്റിയാണ് ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കും. അതിൽ സ്പെഷ്യൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളാണ് അസ്മോദേവൂസ്. അങ്ങനെ ഒരു പൈശാചിക ശക്തിയെക്കുറിച്ച് നമ്മുടെ തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം വായിച്ചാലോ? തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വചനം. 7 പ്രാവശ്യം വിവാഹം ചെയ്തവളാണവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുൻപ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അസ്മോദേവൂസ് എന്താണ് പേര്? അസ്മോദേവൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഗുവേലിന്റെ മകള് അല്ലെ? റഗുവേലിന്റെ മകളായിട്ടുള്ള സാറായെ എപ്പോഴും പീഡിപ്പിക്കാൻ വേണ്ടി, ഇവളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു പൈശാചിക പീഡ. നമ്മളിത് ഈ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഇത് നമ്മുടെ വീട്ടിലും ഇങ്ങനെയുള്ള ചില പൈശാചിക പീഡകൾ കടന്നു വരുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിലെ സ്വസ്ഥത കളയാൻ വേണ്ടി, നമ്മുടെ വീട്ടിലെ സമാധാനം കളയാൻ വേണ്ടി സമാനമായിട്ടുള്ള ചില പൈശാചിക പീഡകൾ നമ്മുടെ വീട്ടിലും കടന്നു വരുന്നു. ഈ അസ്മോദേവൂസിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ടുണ്ടായിരുന്ന ഒരു ഈവിൾ സ്പിരിറ്റിനെ കുറിച്ച് മാത്രമല്ല, ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഈ പൈശാചിക ശക്തി കടന്നു വന്ന് എപ്പോഴും പീഡിപ്പിക്കാനൊരു സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിൽ സമാധാനം കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. വീട്ടിൽ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കുട്ടികളെ കുറിച്ചൊക്കെ പലപ്പോഴും പറയുന്നില്ല. പിന്നെ ഇന്നത്തെ കുട്ടികളെ നോക്കൂ, അവരുടെ സ്വഭാവം മോശമാണ്, അയ്യോ അവൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ന്യൂജൻ കുട്ടികളെ കുറിച്ചൊക്കെ ഭാരപ്പെടുന്ന തരത്തിൽ പലരും പറയുമ്പോൾ ഓർക്കണം, ഇവര് വളർന്നു വരുന്ന സാഹചര്യം +1 പഠിക്കുന്ന ഒരു കുട്ടി പ്രാർത്ഥനാ നിയോഗമായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടെത്തുന്നത്. നമ്മുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഈ ധ്യാനിക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായിട്ട് ഞാൻ കാണും. അപ്പം ഞാൻ അവരോട് പ്രാർത്ഥനാ നിയോഗം ചോദിക്കും. അപ്പോൾ അവർ പ്രാർത്ഥനാ നിയോഗം എഴുതിക്കൊണ്ടുവരും. +1 പഠിക്കുന്ന കുട്ടി പ്രാർത്ഥനാ നിയോഗം എഴുതിക്കൊണ്ടുവന്നത്, അച്ഛാ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ ഡാഡിയും മമ്മിയും ഒരുമിച്ച് ജീവിക്കണം. ഞാൻ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇപ്പം അവർ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്.
ഈ +1 പഠിക്കുന്ന ഈ കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം കുറച്ചു നാൾ അമ്മ വീട്ടിൽ പോയി നിന്നു, കുറച്ചു നാൾ അപ്പം വീട്ടിൽ പോയി നിന്നു, അങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഈ ഫുട്ബോൾ കോർട്ടിലെ പന്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെറുക്കനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ അവന് 3 സ്കൂള് മാറിക്കഴിഞ്ഞു, +1 പഠിക്കുന്നു. ഇവൻ്റെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അച്ഛാ എൻ്റെ ഡാഡിയും മമ്മിയും ഒരുമിച്ച് ജീവിക്കണം. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഞാൻ ഇപ്പം നാണം കെട്ടിരിക്കുകയാണ്. എൻ്റെ ഡാഡിയും മമ്മി ഇപ്പോൾ ഡിവോഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവർക്ക് എന്നെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല. ഇങ്ങനെ വല്ലാണ്ട് മുറിവേറ്റ് വളരുന്ന +1കാരൻ്റെ മനസ്സിൽ അപ്പനോടും അമ്മയോടും ഡാഡിയോടും മമ്മിയോടുമുള്ള നിലപാട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കുട്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ വളരെ ബ്രോക്കണാണ്, വളരെയധികം അസ്വസ്ഥനാണ്. മര്യാദയ്ക്ക് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് രാത്രി ഉറക്കം കിട്ടുന്നില്ല. പല വിധത്തിലുള്ള ഇഷ്യൂസ് ഈ കുട്ടിയുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. പേഴ്സണാലിറ്റിയിൽ തന്നെ ചില കാര്യം ഡിസോർഡർ വരുന്നു. ഇതിൻ്റെ എല്ലാ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്. അവർ വിവാഹമോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഈ +1 പഠിക്കുന്ന കുട്ടിയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ നമ്മുടേതായ സ്വാർത്ഥപരമായ കാര്യങ്ങളല്ലേ ചിന്തിക്കുന്നുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ഒരു പൈശാചിക പീഡയുണ്ട്. നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്നവര്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ചില കുറവുകൾ, ആ വ്യക്തിയുടെ ചില ജീവിത ശൈലികൾ, ആ വ്യക്തിയുടെ പശ്ചാത്തലം, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ആ വ്യക്തിയോട് വെറുപ്പും വിരോധവും കാണിക്കുന്നു. എന്നാൽ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യമായി നമ്മുടെ എനർജി കളയരുത്. നിങ്ങളുടെ ഭാര്യയോട് യുദ്ധം ചെയ്ത്, ഭർത്താവിനോട് യുദ്ധം ചെയ്തല്ല നിങ്ങളുടെ എനർജി കളയേണ്ടത്. മറിച്ച് നിങ്ങളുടെ കുടുംബത്തെ തമ്മിൽ തല്ലിക്കുന്ന ആ പൈശാചിക പീഡയോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോ, നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ആരോടാ? ഭാര്യയോട് യുദ്ധം ചെയ്യരുത്, ഭർത്താവിനോട് യുദ്ധം ചെയ്യരുത്, മക്കളോട് യുദ്ധം ചെയ്യരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെ താളം തെറ്റിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന എന്താണ്? അസ്മോദേവുസ് എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തി. അത് റെഗുവേലിന്റെ പുത്രിയ സാറാമ്മയുടെ കുടുംബ ജീവിതത്തിലോട്ട് വന്ന് വലിയൊരു കൊലപാതക പരമ്പര തന്നെയാണ്. എന്നാൽ ആ കുടുംബം എങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടെന്നറിയോ? ഉപവാസവും പ്രാർത്ഥനയും എടുത്ത് അവർ ഈ പിശാചിനോട് യുദ്ധം ചെയ്തപ്പോൾ സാറാമ്മയുടെ ജീവിതത്തിൽ സമാധാനം കിട്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 8ഉം 9ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ? തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 8ഉം 9ഉം തിരുവചനം. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോട് കൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. അതെ. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തോബിത്തിന്റെ പുസ്തകം നമുക്ക് നൽകുന്ന ഒരു മാതൃക. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 8ഉം 9ഉം. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് പരസ്പരം ഏതെങ്കിലും തരത്തിൽ വഴക്ക്, അസ്വസ്ഥത, തമ്മിൽ തല്ലുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, തോബിത്തിന്റെ പുസ്തകം നമ്മളെ ഒരു കൃത്യമായൊരു കാര്യം പഠിപ്പിക്കുന്നു. എന്തു ചെയ്യണം? ഈ പിശാചിനെതിരെ നീ യുദ്ധം ചെയ്യണം. ഈ തിന്മയ്ക്കെതിരെ നീ യുദ്ധം ചെയ്യണം. അല്ലാതെ വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്യരുത്. വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയും. കഴിഞ്ഞ നാളിൽ ഇവിടെ ഞാൻ പറഞ്ഞൊരു സംഭവം, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, അച്ഛാ അയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, അയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, അയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അപ്പോൾ മംഗളകരമായൊരു കാര്യം അവരുടെ വീട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ ഏറ്റു നടത്തുന്ന ആളാണ് ഈ പ്രസിഡന്റ്, ഈ കുടുംബം. അപ്പം ഞാൻ പറഞ്ഞു, ഈ സമയത്ത് നാട്ടുകാരെല്ലാവരും ചോദിക്കത്തില്ലേ, കുടുംബത്തിലെ ഭാര്യ എവിടെ, പിള്ളേരെവിടെ? അച്ഛ, ഇതാണ് സമയം. ഇയാളെ ഈ സമയത്ത് നാണം കെടുത്തണം, ഈ സമയത്ത് നാണം കെടുത്തണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അയാളെ ഭയങ്കര ദേഷ്യക്കാരനാ, ഭയങ്കര ദേഷ്യക്കാരനാ. അയാൾ കഴിഞ്ഞ ദിവസം എന്നെ തല്ലി അച്ഛാ. ഞാൻ അന്നാ പെട്ടിയും പ്രമാണം എടുത്ത് എൻ്റെ വീട്ടിലോട്ട് പോകുന്നതാ. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ പാഠം പഠിപ്പിക്കുന്നത് ആരെയാ സത്യത്തിൽ? ഈ ഭാര്യ ഇപ്പൊ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഭർത്താവിനെയാണ്. അതുകൊണ്ട് എന്ത് ഗുണം? സത്യത്തിൽ യുദ്ധം ചെയ്യേണ്ടത് ആരോടാ? പറ. പിശാചിനോടാണെന്ന്.
പിശാചനോട് യുദ്ധം ചെയ്യാതെ വ്യക്തിയോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്ത് മെച്ചം? നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഏതെങ്കിലും ജീവിതാവസ്ഥ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ജീവിത പങ്കാളി പിണങ്ങിപ്പോയി, അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം പലതുകൊണ്ട്, നിങ്ങൾ ആ വ്യക്തിയോട് യുദ്ധം ചെയ്യാമല്ല ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ തോബിത്തിന്റെ പുസ്തകം നമ്മളോട് പറയുന്നു. ഒന്നും കൂടെ വായിച്ചേ, 12-ാം അധ്യായം 8-ാം വചനം വായിച്ചേ. 12:8. ഉപവാസം, ദാനധർമ്മം, നീതി. ഉപവാസം, ദാനധർമ്മം, നീതി. പറഞ്ഞേ 3 കാര്യങ്ങൾ. ഉപവാസം, ദാനധർമ്മം, നീതി. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ആരോടാ യുദ്ധം ചെയ്യണത്? ഇതാ വചനം പഠിപ്പിക്കുന്നു. സാറ യുദ്ധം ചെയ്യേണ്ടി വന്നത് അസ്മോദേവുസിനോടാണ്. അതൊരു പൈശാചിക പീഡയാണ്. ആ പൈശാചിക പീഡയോട് യുദ്ധം ചെയ്യാൻ നീ എന്ത് ചെയ്യണം? വെറുതെ സുഖകരമായിട്ട് പ്രാർത്ഥിച്ചാൽ പോരാ, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. അതിനാണ് ഉപവാസം. ഈശോ പറഞ്ഞില്ലേ, ഈ വർഗം പുറത്തു പോകണമെങ്കിൽ 2 കാര്യം. ഏതൊക്കെയാ? ഉപവാസവും പ്രാർത്ഥന. അതിനാ നമ്മൾ ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ 3 കാര്യങ്ങൾ തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കണം. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം ഉപവാസം. രണ്ടാമത്തത് ദാനധർമ്മം. അതിന്റെ അർത്ഥം ദാനധർമ്മം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദാനധർമ്മം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ പള്ളിയിലോ ഈ ഇതിനെക്കുറിച്ച്, ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് എല്ലാവരും കൂടെ ചിന്തിക്കുന്ന സ്തോത്ര കാഴ്ച, എന്നിട്ട് തലയ്ക്കകത്തോട്ട് വരുന്നത് പിരിവ്, പിരിവ്, പിരിവ്. ഞാനിവിടെ പറയുന്നത് പിരിവിനെ കുറിച്ചല്ല, മറിച്ച് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ദൈവീക പ്രവൃത്തിയാണെന്ന്. നിങ്ങൾക്ക് ആ വചനം ഒന്നും കൂടെ വായിച്ചാൽ അതിന്റെ ഗൗരവം മനസ്സിലായി. 8-9 ഒന്നും കൂടെ വായിച്ചേ. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടെയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പ്രാർത്ഥന നല്ലതാണ്. എന്നിട്ട് നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോട് കൂടിയ അധികത്തെക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനം ചെയ്യുന്നത് നന്ന്. എന്നിട്ട് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. കണ്ടോ, കണ്ടോ? മറ്റുള്ളവർക്ക് നീ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നതനുസരിച്ച് സംഭവിക്കുന്ന കാര്യം സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ തോബിത്തിന്റെ പുസ്തകം നമ്മളോട് പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ സമാധാനം തിരിച്ചു പിടിക്കാൻ ഇതാ അസ്മോദേവൂസ് എന്ന് പറയുന്ന ഈ പൈശാചിക ശക്തിയോട് എതിരിടാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില നിലപാടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദാനധർമ്മം ചെയ്യാൻ, നീതിയോടുകൂടെ പെരുമാറാൻ, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈശാചിക പീഡ വിട്ടുമാറും. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ പ്രാർത്ഥിക്കാൻ നീ തീരുമാനമെടുത്താൽ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഉയർന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, ഒട്ടുമുക്കാലും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതിൻ്റെ റൂട്ട് എവിടെയാണെന്നറിയാവോ? കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയി, പ്രാർത്ഥനാ ശൈലി മുടങ്ങിപ്പോയി. അപ്പോൾ ഓർത്തുകൊള്ളണം, അവിടെ പൈശാചികമായ ചില കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടില് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥന മുടക്കരുത് കേട്ടോ. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കാരണം അടുത്ത തലമുറയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കാര്യം വളരെ ശ്രദ്ധിച്ചോണം. കാര്യം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത് നമ്മൾ മുടക്കരുത്. അത് കുടുംബത്തെ പരസ്പരം ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്ന വലിയ ഒരു ദൈവശക്തിയാണ്. വ്യക്തികളിൽ ഉണ്ടാവുന്ന ഏതൊക്കെ കുറവുകളെയും ഈ ദൈവത്തിന്റെ ശക്തിയാൽ അത് നിർവീര്യമാക്കപ്പെടും. ഇപ്പൊ സാറായുടെ ഉള്ളിൽ നാണക്കേട്, മാനക്കേട്, എന്തെല്ലാം കാര്യങ്ങളാണ് ആ സ്ത്രീ അനുഭവിച്ചത്. എന്നാൽ ഈ പൈശാചിക ശക്തിയോട് എതിർക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ സ്ത്രീക്ക് ശക്തി കിട്ടുകയാണ്. നിന്റെ വീട്ടിലും നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? നീ വ്യക്തിയോട് യുദ്ധം ചെയ്യാൻ പോകാതെ, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച്
നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിന്റെ ഉള്ളിൽ അത്ഭുതകരമായ കൃപ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 Hallelujah.